എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നഗരസഭ അഴിമതിയെക്കുറിച്ചുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും SDP കൗൺസിലർമാരുടെ ആക്ഷേപങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മറുപടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഞാൻ പരാമർശിക്കുന്നത് കഴിഞ്ഞ 14/1/2025 കൂടിയ കൗൺസിലിന് ശേഷം SDP കൗൺസിലർമാർ ഇവിടെ വന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ നഗരസഭയുടെ ടൂർ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട അഴിമതിയും അടിയന്തര കൗൺസിലിലുള്ള അജണ്ടയെക്കുറിച്ചുള്ള പരാമർശങ്ങളും വിമർശനങ്ങളുമൊക്കെ അവർ പറയുകയുണ്ടായി. നമ്മൾ അടിയന്തര കൗൺസിൽ എന്ന് പറയുന്നത് ശരിയാണ്, എപ്പോഴും അടിയന്തര പ്രാധാന്യമുള്ളപ്പോഴാണ് നമ്മൾ ഒരു കൗൺസിൽ വിളിച്ചു ചേർക്കാറുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഈരാറ്റുപേട്ട നഗരസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ധാരാളം പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളപ്പോൾ ഇതിനു മുമ്പും, അതായത് ഈ ഭരണസമിതി 28/12/2020 നമ്മൾ ചുമതലയേക്കുന്നത്. 2021 മുതൽ കൗൺസിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്ന പതിവുമുണ്ട്. അന്ന് മുതൽ ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെയും അടിയന്തര കൗൺസിലിൽ ധാരാളം അജണ്ടകൾ ഉൾപ്പെടുത്തുന്നതിൽ യാതൊരു തടസ്സങ്ങളും ആക്ഷേപങ്ങളും നാളിതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഈ ആക്ഷേപം ഉന്നയിച്ച SDP കൗൺസിലർമാർ ഉൾപ്പെട്ട അടിയന്തര കൗൺസിൽ യോഗങ്ങളിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് പോയിട്ടുള്ള നഗരസഭയുടെ കൗൺസിൽ ഡിസിഷനാണ് ഇത് മുഴുവനുള്ളത്. അപ്പോൾ ഇതിൽ ധാരാളം 11/6/10/23 അടിയന്തര കൗൺസിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4/8/2023 കൗൺസിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ 25/1/2024 അടിയന്തര കൗൺസിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് എത്തി നിൽക്കുന്ന 14/1/2025 നമ്മൾ അടിയന്തര കൗൺസിൽ ചേർന്നുള്ളൂ. ഇതിലെല്ലാം ഈ പരാമർശം ഉന്നയിക്കപ്പെട്ട SDP കൗൺസിലർമാരുടെ അജണ്ടകൾ ഉൾപ്പെട്ട കൗൺസിൽ തീരുമാനവും ഇതിലുണ്ട്. കാരണം അവരുടെ വിവിധ വാർഡുകളിൽ, അതായത് അടിയന്തര കൗൺസിലിൽ അവരുന്നയിക്കുന്നത് ഒരു അജണ്ടയെ പാടുള്ളൂ എന്നാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ഓരോ കൗൺസിലിലും 14, 15, 18 അജണ്ടകൾ ഉള്ള അടിയന്തര കൗൺസിൽ ഞങ്ങൾ പാസ്സാക്കിയപ്പോൾ ഒരു വിയോജനം പോലും രേഖപ്പെടുത്താതെ അതിൽ അവരുടേതായിട്ടുള്ള വാർഡുകളിലെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്ര മൂല്യബോധമുള്ളവരായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ട് അനുസരിച്ചാണെങ്കിൽ ഈ അജണ്ടയിലേക്ക് അവരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഈ അജണ്ടയിലേക്ക് ഉൾപ്പെടുത്തുകയില്ലായിരുന്നു. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ കാണുവാനായിട്ടുള്ള ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് വരുമ്പോൾ മാത്രം ആക്റ്റുകളെയും നിയമങ്ങളെയും മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ വിസ്മരിച്ചുകൊണ്ട് ചെയ്യുകയും നാട്ടിലെ അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് പിന്നോട്ട് പോകുകയും ചെയ്യുന്ന ഒരു പ്രവണതയെ ആദ്യമേ തന്നെ നഗരസഭാ ചെയർപേഴ്സൺ അപലപിക്കുകയാണ്. കാരണം കഴിഞ്ഞ 14/1/2025 ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് സെൻറ്റ് ജോർജ് സ്കൂളിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരു കുട്ടിയെ കാണാതെ പോയി. അതായത് അവിടെ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി സ്കൂളിൽ അറ്റൻഡൻസ് ലഭിക്കാതെ അല്ലെങ്കിൽ അറ്റൻഡൻസിൽ കൃത്യമായിട്ട് അവിടെ സ്കൂളിൽ ഹാജരാകാതെ വന്നപ്പോൾ അവർ സ്കൂൾ അധികൃതർ അന്വേഷിക്കുകയും അതനുസരിച്ച് ആ കുട്ടിയെ തമിഴ്നാട്ടിലേക്ക് ചേർത്തു എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ആ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴോ അല്ലെങ്കിലോ അവിടെ നിന്നുള്ള ശരിയായിട്ടുള്ളൊരു ശരിയായിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് ലഭിക്കാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ സ്കൂൾ അധികൃതർ അങ്ങനെ നമ്മുടെ നഗരസഭാ കൗൺസിലിലേക്ക് അറിയിപ്പ് നൽകുന്ന പതിവുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൗൺസിൽ വായിച്ചപ്പോൾ തന്നെ ഇതിനത്ര വലിയ അടിയന്തര പ്രാധാന്യമില്ലെന്ന്. കാരണം നമ്മളെല്ലാവരും സേവന രംഗത്ത്, സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നതാണ്. ഇന്നൊക്കെ നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ, അന്യസംസ്ഥാന തൊഴിലാളികളെ മാത്രം നമ്മൾ വിമർശിക്കുന്നതല്ല, ധാരാളം അപജയങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഭാര്യ ഭർത്താവിനെതിരെ, ഭർത്താവ് ഭാര്യയ്ക്കെതിരെ, മക്കൾ പിതാവിനെതിരെ, പിതാവ് മക്കൾക്കെതിരെയൊക്കെ ധാരാളം ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള ജീവഹാനി മുതലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്ത അജണ്ട മുതലുള്ള കാര്യങ്ങൾക്ക് അവരെ വിമർശിച്ചുകൊണ്ടും അന്ന് അതിൽ ഉൾപ്പെടുത്തിയിരുന്ന, അതായത് ഞങ്ങളുടെ
ഒന്നാമത്തെ അജണ്ടയെ ആദ്യമേ തന്നെ വിമർശിച്ചു. അവരുടെ കൗൺസിലർമാർക്ക് കൃത്യമായിട്ട് നഗരസഭാ ചെയർപേഴ്സൺ എന്നില്ല നമ്മുടെ ജനപ്രതിനിധികളുടെ സേവന കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റും ഓരോ കുടുംബത്തിനോടും ഓരോ ജീവനോടുമുള്ള വ്യക്തമായ കാഴ്ചപ്പാടിനെയും ഞാൻ നല്ല രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും പിന്നീട് വന്ന അജണ്ടകളിലാണ് നമ്മളുടെ ടൂർ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട ഒരു അജണ്ട വന്നത്. അത് നമ്മൾ കാലാകാലങ്ങളിൽ അതായത് 2021 മുതൽ നമ്മൾ ഈ ഭരണസമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതൽ നമ്മൾ പഠനയാത്ര എന്ന് പറയുന്ന സംവിധാനം എല്ലാ നഗരസഭകളിലുമുള്ളതാണ്. ഈരാറ്റുപേട്ട നഗരസഭയിൽ മാത്രമല്ല ആ ഒരു സിസ്റ്റം ഉള്ളത്. മറ്റ് നഗരസഭകളിലൊക്കെ ഹൈദരാബാദ് പോലുള്ളവിടത്ത് മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് വിവിധ പ്രോജക്റ്റുകളെക്കുറിച്ച് അറിയുവാനും മറ്റു പ്രദേശങ്ങളിലേക്ക് ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വിവിധ പ്രദേശങ്ങളിലേക്ക് പഠനയാത്ര നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈരാറ്റുപേട്ട നഗരസഭയും പഠനയാത്ര പോകും. അത് കൗൺസിലിൽ തീരുമാനം വെച്ച് അജണ്ട പാസാക്കി മുഴുവൻ കൗൺസിലർമാരെ അറിയിച്ച് വരാൻ താല്പര്യമുള്ളവർ നമ്മൾ വരും. ഈ ആക്ഷേപം ഉന്നയിച്ച കൗൺസിലർമാർ ഇതിനു മുമ്പ് നടത്തിയ 4 പഠനയാത്രകളിലും ഇവരുണ്ടായിരുന്നല്ലോ. അന്നേരം എന്ത് ഇതിനെക്കുറിച്ച് ആക്ഷേപം ചൊരിഞ്ഞില്ല? അതെന്തുകൊണ്ടാണ് ഈ ആക്ഷേപം ചൊരിയാതിരുന്നത്? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നാട്ടിലേക്കാണ് നമ്മൾ പഠനയാത്ര നടത്തുന്നതെങ്കിൽ നമ്മൾ അവിടുത്തെ ചെയർമാനോട് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കും, ഞങ്ങൾ ഇന്ന ദിവസം അവിടെ വരുന്നുണ്ടത്. അപ്പോൾ അവർ നമ്മളോടൊരു സ്നേഹാദരം എന്ന രീതിയിൽ ഭക്ഷണമോ താമസ സൗകര്യമോ ഒക്കെ ചില കേസുകളിൽ ഏർപ്പെടുത്തുമ്പോൾ നമ്മുടെ ചിലവുകൾ കുറയും. അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മലപ്പുറം നമ്മുടെ എന്താ പറയുക ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഗ്രാം കാണാനും അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് കാണാനും നമ്മുടെ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കാണുവാനും ഒക്കെ ഞങ്ങളവിടെ പോയി. കൂടാതെ തന്നെ നമ്മൾ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെൻറ്റർ അതിനെക്കുറിച്ച് അറിയാനൊക്കെ പോയപ്പോൾ അവിടുത്തെ മലപ്പുറം പ്രസിഡൻറ്റ് നമുക്ക് നല്ല രീതിയിൽ നമ്മളെ സ്വീകരിച്ചു. താമസിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണം ഉൾപ്പെടെ തന്നപ്പോൾ നമുക്ക് അന്ന് നടത്തിയ പഠനയാത്രയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും കുറവ് വരും. പിന്നീട് ഇറങ്ങുന്ന അതിനുശേഷമുള്ള പഠനയാത്രകളിലും എല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഇവരെല്ലാവരും കൂടി ഈ SDP-യുടെ 3 or 4 മെമ്പർമാരൊക്കെ ഉൾപ്പെട്ടിട്ടാണ് നമ്മുടെ കൂടെ യാത്ര വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെല്ലാം ഈ ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം ഇവർ മനഃപൂർവ്വം വരാതിരുന്നു. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരത്തിൻ്റെ ഒരു സമയത്തിലേക്ക് കടക്കുമ്പോൾ പല രീതിയിലും നമ്മളെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ടേ കാണുകയുള്ളൂ. കൃത്യമായിട്ട് നമ്മൾ പഠനയാത്ര നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓപ്പൺ ജിംനേഷ്യം ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹാരിസ് ബീരാൻ MP-യുടെ ഭാഗമായിട്ട് നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട് നമുക്ക് ലഭിച്ച 55 ലക്ഷം രൂപ അത് നമ്മൾ മലപ്പുറം പോയി കണ്ടുപിടിച്ചതാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെൻറ്ററിനോട് കൂടി റെസ്റ്റ് ഹൗസ് ഉൾപ്പെടെ അതായത് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുന്ന ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ ജനപ്രതികൾക്കോ ഒക്കെ താമസിക്കുവാനായിട്ട് അതായത് റെൻറ്റ് കൊടുക്കാതെ താമസിക്കുവാനുള്ളൊരു സൗകര്യം എല്ലാ നഗരസഭകളിലുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ കണ്ടുപിടിച്ച് വന്നതാണ്. പിന്നെ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ധാരാളം പ്രദേശങ്ങൾ നമ്മൾ കണ്ടു. മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒട്ടുമിക്ക പ്രോജക്റ്റുകളും ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ കണ്ടു. ഇതൊക്കെ നമ്മുടെ പഠനയാത്രയുടെ ഭാഗമാണ്. നമ്മളിപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് നമ്മളാണെങ്കിലും ഒരു ടൂറ് പോകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ടേക്കല്ല പോകുന്നത്. നമ്മൾ വരുന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഒന്ന് നിർത്തും, എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ഈരാറ്റുപേട്ട നഗരസഭയിൽ മാത്രമായിട്ട് വന്ന ഒരു സംവിധാനമോ ഇതൊന്നുമല്ല. അപ്പോൾ ഈ 10-12 പേർ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞൊരു എമൗണ്ടാണ് ഈ പറഞ്ഞ 98,000 എന്ന് പറയുന്നത്. അതിൽ വ്യക്തമായിട്ട് അങ്ങനെ ഒരു കള്ളക്കളിയോ അല്ലെങ്കിൽ ഇത് മറ്റുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അതിൽ അജണ്ടയിൽ കൃത്യമായിട്ട് ആ എമൗണ്ട് സഹിതം ചേർക്കല. കാരണം സകർമ്മ എന്ന് പറയുന്ന ഒരു സംവിധാനം ഏതൊരു പൗരനും ഒരു വിരൽത്തുമ്പിൽ തൊട്ടാൽ കൃത്യമായിട്ട് നഗരസഭയുടെ കൗൺസിൽ ഡിസിഷൻ കൃത്യമായിട്ട് എടുക്കാവുന്നതാണ്. അതിന് പ്രത്യേക ഇതൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും അഴിമതിയോ ഇതോ ഉണ്ടെങ്കിൽ അതിലേക്ക് ഉൾപ്പെടുത്തില്ല. അപ്പോൾ അതിനെ വലിയ പർവ്വതീകരിച്ച് അവർ പറയുന്നു. അതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് അവരോട് പറയുവാനുള്ള അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ സമക്ഷം പറയാനുള്ള കാര്യം. പിന്നെ രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹുണാർ ഹബ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് വേണ്ടി നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള ഫണ്ട് കേന്ദ്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നഗരസഭയുടെ കൂടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്തതാണ്. അത് സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ലയ്ക്ക് കിട്ടിയത്. ആ ജില്ലയ്ക്ക് കിട്ടിയപ്പോൾ അത് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ഇത് 2019 ഇവിടുന്ന് അപേക്ഷ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിന് നമുക്ക് ശരിയായിട്ടുള്ള അംഗീകാരം കിട്ടിയത്
നമ്മുടെ 9/12/2021 35ാമത് എംപവേർഡ് കമ്മിറ്റി ട്രിവാൻഡ്രത്ത് ചേർന്ന കമ്മിറ്റിയിലാണ് നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊജക്റ്റ് ഉൾപ്പെടെ പ്ലാൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും മാറ്റിമറിച്ച് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് അംഗീകാരം കിട്ടും. അത് പിന്നെ സാരമില്ല, നമുക്ക് കടന്നു പോകുന്ന ഓരോ ജനപ്രതികളും ഇപ്പോൾ ഞങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ തുടർ പ്രക്രിയയാണ് അടുത്തയാൾ വരേണ്ടത്. അല്ലാതെ അത് ചെയ്തു വെച്ചതിന് ശേഷം വീണ്ടും ഉദ്ഘാടനം നടത്തുമ്പോൾ അതെൻ്റെ നേട്ടമായിട്ട് എനിക്കൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരം ഈ 9/12/2021 അതനുസരിച്ച് നമ്മൾ നിർമ്മാണം നമ്മളിപ്പോൾ ഉദ്ഘാടനം ശിലാസ്ഥാപനം നിർവഹണം കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പോസ്റ്റ് കണ്ടു, ഇതും വലിയ അഴിമതിക്ക് വേണ്ടിയാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാക്കാനാണ്. എന്ന് വെച്ചാൽ ഇന്നലെയും അവിടെ ബസ് കയറി ഇറങ്ങിയിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ നമ്മൾ ആ ബസ് അവിടെ കയറണ്ട എന്ന് പറയുന്നത് പോലുള്ള ഒരു സംവിധാനമാണ് അവരുടെ ഭാഗത്തു നിന്ന് അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടത്. കാരണം ഞാൻ 2006 മുതൽ 2010 വരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ അന്നിരുന്ന നമ്മുടെ ജില്ലാ കളക്ടർ ശർമിള മാഡം ഇരിക്കുമ്പോഴാണ് നമ്മളോട് പറയുന്നത് കമ്പർ സ്റ്റേഷൻ അവിടെ പണിതാൽ ബസ് അവിടെ കയറി ഇറക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അന്ന് ഞാൻ അവിടെ കമ്പർ സ്റ്റേഷൻ പണിതു. അതനുസരിച്ച് 2 ദിവസം ബസ് കയറി ഇറങ്ങി ഞങ്ങൾ അങ്ങിരുന്ന മെമ്പർമാരെല്ലാവരും അവിടെ നിന്നാണ് ബസ് കയറി ഇറങ്ങി. 3ാമത്തെ ദിവസം ബസ് അവിടെ കയറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് അത് പല ജനങ്ങളുടെ അസൗകര്യമായിരിക്കാം. അന്ന് മുതൽ ഈ 13 വർഷമായിട്ട് നിശ്ചലമായിട്ട് കിടന്ന പ്രൈവറ്റ് ബസ് കടുവാമഴി സ്റ്റാൻഡിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ സംവിധാനം ഈ 8 വർഷം ഭരിച്ചിട്ടും ഈ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിത്വങ്ങൾക്കോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കന്മാർക്കോ അതൊന്ന് റൺ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളതെല്ലാം അവിടെ നിൽക്കട്ടെ, ആ രാഷ്ട്രീയമൊക്കെ അതവിടെ മറന്നുപോട്ടെ, ജനപ്രതി എന്ന രീതിയിൽ നഗരസഭാ ചെയർപേഴ്സൺ നിലയിൽ നമ്മുടെ നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ ഒരു സ്പൈസസ് പാർക്കാണ് നമ്മൾ അതിന് മുന്നോടിയായിട്ട് ഈ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രം എന്ന് പറയുന്നത് മറ്റു പ്രദേശങ്ങളിൽ കാർഷിക വിളകളും നാണ്യങ്ങളും കൂടുതലുള്ളതുകൊണ്ടാണ്. നമ്മുടെ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്ന രീതിയിൽ വൺ പ്രോഡക്റ്റ് എന്ന രീതിയിൽ നമ്മൾ സ്പൈസസിനെ അംഗീകരിച്ചുകൊണ്ട് കൗൺസിൽ ഡിസിഷൻ എടുത്തു. നമ്മളവിടെ സ്പൈസസ് പാർക്കിൻ്റെ ഒരു വലിയൊരു വിപണന കേന്ദ്രമാണ് നമ്മളവിടെ തുറന്നു കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം തൊഴിലവസരങ്ങൾ അങ്ങോട്ട് വരും, ധാരാളം വാഹനങ്ങൾ വരും, അതനുസരിച്ച് കച്ചവട സാധ്യതകൾ കൂടും, തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കും. ഇതെല്ലാം കിട്ടുമ്പോഴും അവിടെ ആ ഭാഗം ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 15,000 സ്ക്വയർ ഫീറ്റിലുള്ള ആ ബിൽഡിംഗ് അവിടെ വന്ന് നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു സ്റ്റാൻഡ് തന്നെയായിട്ട് നമുക്ക് ഭാവിയിൽ നമുക്കത് പ്രവർത്തനം ആരംഭിക്കാം. അതുകൂടാതെ അതിൻ്റെ ബാക്കിലേക്കുള്ള 70 സെൻറ്റ് സ്ഥലം 2022 കൗൺസിൽ ഡിസിഷൻ എടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗവും കൂടെ നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് അവർ നെഗോസിയേഷൻ ഉൾപ്പെടെ സംസാരിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ ബാക്കിലേക്ക് എടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് ഈ ഒരു ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഏകദേശം ഒരു 5-8 ബസ് നമുക്ക് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സാഹചര്യവും ഇപ്പോൾ കടുവാമഴിയിലുണ്ട്. അപ്പം അന്യസംസ്ഥാന തൊഴിലാളികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഒരു കേന്ദ്രമായി ആ പ്രദേശം മാറിയതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഡെവലപ്മെൻറ്റ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് അവിടെ കൊണ്ട് വെച്ചിട്ടുള്ളത്. അതിൽ അവിടെയുള്ള ജനങ്ങളുടെ ആശങ്കയെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബാക്കിയുള്ള സ്ഥലം എടുക്കാനായിട്ട് നമ്മൾ തയ്യാറായിട്ടുള്ളത്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് എന്ന് പറയാം, നമ്മുടെ തീരുമാനത്തിലാണ് 22. അത് 3/22 3-ാം മാസം 2022 നമ്മൾ അതിന് എടുക്കാനായിട്ടുള്ളൊരു തീരുമാനം, നമ്മൾ സ്ഥലം അക്വയർ ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പം അതുമായിട്ട് കഴിഞ്ഞ ദിവസം MLA ആയിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം കൂടെ അത് സ്പീഡപ്പ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ നാടിൻ്റെ വികസനം നമ്മൾ നടക്കും. കൂടാതെ അത് നിർമ്മിതി കേന്ദ്രയ്ക്കാണ് കൈമാറ്റം ചെയ്തിട്ടുള്ളത്. നമുക്കതിലൊരു നിർമ്മാണ പ്രവർത്തനത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ല. അത് മേൽനോട്ടം നയിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ. അപ്പം അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റിൽ നഗരസഭയ്ക്ക് അഴിമതി കാണിക്കാൻ വേണ്ടിയാണെന്നുള്ള ഈ ഒരു കാഴ്ചപ്പാടിനെ ആദ്യം ഇല്ലായ്മ ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ ഗതാഗത പരിഷ്കരണം പോലുള്ള സംവിധാനങ്ങളെ അട്ടിമറിക്കുവാൻ ഇതുപോലുള്ള നേതൃത്വം ശ്രമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ നാടിനോട് കമ്മിറ്റ്മെൻ്റുള്ള നേതാക്കന്മാരാണെങ്കിൽ ഒരിക്കലും അത് വരികയില്ല, ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയില്ല. മറിച്ച് നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നാടിൻ്റെ സ്പന്ദനം അറിയാത്ത നാടിനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വികസനം ഒരടിപ്പ് നമുക്ക് പുറകോട്ടടിച്ചപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ വികസനത്തിൽ മുന്നേറാനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചു വെക്കുമ്പോഴുള്ള കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള നേതൃത്വങ്ങൾ ഈ കാര്യങ്ങളെ പഠിക്കാതെയും അപഗ്രഥിക്കാതെയും സംസാരിക്കുന്ന വളരെ വേദനാജനകമാണ്. അതുപോലെ തന്നെ ഗതാഗത പരിഷ്കാരവും അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഇവരുടെ തന്നെ യൂണിയനിൽപ്പെട്ടവരെ ധാരാളം രീതിയിൽ എന്താ പറയേണ്ടത്
ട്രിപ്പ് അടിക്കാനുള്ള രീതിയിലൊക്കെ ഒട്ടോ കയറ്റി വിടുന്നുണ്ട്. അതിനും ഈ 15-ന് ശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ SP നമുക്കൊരു സ്പെഷ്യൽ പാക്കേജ് എന്ന രീതിയിൽ നമുക്ക് പോലീസിൻ്റെ യൂണിറ്റ് നമുക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമുക്ക് ശബരിമലയുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് പോലീസിനെ പിൻവലിച്ചതുകൊണ്ടാണ്. അതും നല്ല ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നഗരസഭയുടെ എല്ലാ മേഖലകളിലേക്കും നല്ല രീതിയിലുള്ളൊരു വികസനം, അത് ആരോഗ്യ മേഖലയിൽ നമ്മൾ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി 2 ഹോസ്പിറ്റൽ കൊണ്ടുവന്നു. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ FHCയോടനുബന്ധിച്ചുള്ള എക്സ്റേ യൂണിറ്റും നമുക്ക് റേഡിയേഷൻ ഇല്ലാത്ത എക്സ്റേ യൂണിറ്റിൻ്റെ റൂം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ താമസം വിന നമ്മൾ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. കൂടാതെ നമ്മൾ ലാബിൻ്റെത് 12 ലക്ഷം രൂപയുടെ ലാബിൻ്റെ 1-ാം ഘട്ട പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 2-ാം ഘട്ട പണിയിലേക്ക് എത്തി നിൽക്കുന്നു. ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ മുഴുവൻ റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞു. ഇനി ചെയ്യുവാനുള്ള കുറച്ച് 1-2 റോഡുകളേ ഉള്ളൂ. അതിൻ്റെയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുടിവെള്ളം എന്ന് പറയുന്ന സംവിധാനം നമ്മളിപ്പോൾ എത്തിച്ചു കഴിഞ്ഞു. ടൈഡ് ഫണ്ട് ഉപയോഗിച്ച് എല്ലാ മേഖലയിലേക്കും കുടിവെള്ളത്തിൻ്റെ ഒരു സോഴ്സ് എത്തിക്കാൻ സാധിച്ചു. കൂടാതെ അമൃത് 2.0യുടെ 20 കോടി രൂപ നമ്മൾ നഗരസഭയ്ക്ക് അനുവദിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് സർവേ ഉൾപ്പെടെ നടത്തി. അതിനിപ്പം ഞങ്ങളുടെ പേരിൽ ചിലപ്പോൾ ആകുകയില്ല, 2030 കൂടിയായിരിക്കും അവർക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അതല്ലേ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് എടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് സാധിക്കില്ല. കാരണം ഇത് ജനപ്രതികളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് പിന്തുടർച്ചയായിട്ട് വരുന്ന ഭരണസമിതികൾ ചെയ്തു പോകണം. അല്ലാതെ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരുന്നപ്പോഴോ അല്ലെങ്കിൽ ഞാൻ ചെയർമാൻ ആയിരുന്നപ്പോഴോ അമൃതിൻ്റെ പദ്ധതി അതെൻ്റെ പദ്ധതിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം. സ്റ്റേറ്റിൻ്റെ ഫണ്ടാകട്ടെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാകട്ടെ, മറ്റ് ഏജൻസികളുടെ ഫണ്ടാകട്ടെ, അതൊക്കെ നാട്ടിലേക്ക് എത്തിക്കണം. അതനുസരിച്ച് നമ്മൾ വർക്കുകളും നടത്തണം. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലേക്കും നല്ലൊരു വികസനം നമ്മൾ എത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്നിപ്പോൾ നമ്മുടെ എന്താ പറയണ്ടേ, സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ലേലം നടന്നു. 5,30,000 രൂപയ്ക്ക് പരസ്യ ലേലമാണ്. ലേലം നടന്നു കഴിഞ്ഞു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ താമസമിന അത് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റും. സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ മാത്രമല്ല സംസാരിക്കേണ്ടത്, എല്ലാവരും ഈ നഗരസഭയോട് ചേർന്ന് നിന്ന് നമ്മുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. അപ്പം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇത്ര സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാന്യായ നഗരസഭാ ചെയർപേഴ്സൺ സൂറ അബ്ദുൽ ഖാദർ, മുസ്ലിം ലീഗ് പാർലമെൻറ്റ് പാർലമെൻറ്റ് ശ്രീ നാസർ വെള്ളൂപ്പറമ്പിൽ, പ്രിയപ്പെട്ട പത്രപ്രവർത്തകരെ, ആദ്യമായി നമ്മുടെ ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ടും ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടും മുൻ MLA ശ്രീ PC ജോർജ് നടത്തിയ പരാമർശത്തിൽ വളരെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് യാതൊരുവിധ പ്രതികാര നടപടികളോ യാതൊരുവിധ പ്രതിഷേധങ്ങളോ ഓപ്പണായി കാണിക്കാതെ ഈ നാടിൻ്റെ ആത്മാഭിമാനം കാത്തു സൂക്ഷിച്ച ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹത്തിന് ഈരാറ്റുപേട്ട നഗരസഭ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി നീങ്ങുകയും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് വിമുഖത കാണിക്കുകയും അദ്ദേഹത്തിന് ജാമ്യമെടുക്കാനുള്ള എല്ലാ അവസരം ചെയ്തു കൊടുത്ത LDF ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ പ്രതിഷേധം നഗരസഭ അറിയിക്കുകയും കൂടി ചെയ്യുകയാണ്. ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ ഈരാറ്റുപേട്ട നഗരസഭയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ വലിയ ആഘോഷമായി SDPയും CPMും വിമുഖ ആക്രമണം നഗരസഭയ്ക്കെതിരായി തുറന്നു വിട്ടിരിക്കുകയാണ്. യാതൊരു ഭയമോ ചാഞ്ചല്യമോ ആത്മവിശ്വാസക്കുറവോ ഇല്ലാതെ ഈരാറ്റുപേട്ട നഗരസഭയിലെ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് ഇപ്പോൾ വെൽഫെയർ പാർട്ടി പാർലമെൻറ്റ് പള്ളിയുടെ SK നൗഫൽ കൂടി എത്തിയിട്ടുണ്ട്. നഗരസഭ ഭരണസമിതി ഒറ്റക്കെട്ടായി വ്യാപകമായി SDPയും CPM ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് രേഖകൾ വെച്ച് മറുപടി ചെയ്യാൻ തയ്യാറാണെന്ന് അവരെ അറിയിക്കുകയാണ്. ആരോപണങ്ങൾക്ക് ആർക്കും ഉന്നയിക്കാം. ഞാൻ ആദ്യം നഗരോത്സവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഒരു പത്രസമ്മേളനം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞെങ്കിൽ പോലും നഗരസഭ രണ്ടാമത് കഴിഞ്ഞ 4-ാം തീയതി കൗൺസിൽ കൂടി അതിൻ്റെ ചുമതലപ്പെട്ട ആളുകൾ വെച്ച കണക്ക് നഗരസഭ ഐക്യകണ്ഠേന അംഗീകരിച്ചു എന്ന സന്തോഷകരമായ വാർത്ത കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നഗരസഭയാണ് ഞങ്ങളെ നഗരോത്സവവുമായി ബന്ധപ്പെട്ട് നടത്താൻ ചുമതലപ്പെടുത്തിയത്. ആ നഗരസഭ കൗൺസിൽ തന്നെ ശ്രീ KP 24-ാം വാർഡിലെ ശ്രീ KP സിയാദ് നിർദ്ദേശിച്ച ഒരു നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് 100% ഐക്യകണ്ഠേന നഗരസഭ നഗരോത്സവത്തിൻ്റെ മുഴുവൻ കണക്കുകൾ അംഗീകരിച്ചായി സൂചിപ്പിക്കുന്നു. നമുക്ക് ഇനിയും പണം കിട്ടാനും കൊടുക്കാനുള്ളത് കൊണ്ട്
26,02,250 രൂപയുടെ വരവും 25,92,619 ചെലവുമുള്ള കണക്കാണ് പ്രാഥമിക ഘട്ടമെന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കിനി 5 ലക്ഷം രൂപയുടെ വരവും 5 ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കണക്ക് കൂടി കണ്ട് അടുത്ത നഗരസഭാ കൗൺസിൽ പൂർണ്ണമായി കണക്ക് അവതരിപ്പിക്കും. ഈരാറ്റുപേട്ടയിൽ വ്യാപകമായി പണം പിരിച്ചു എന്നാണ് STPയും LDFും പറഞ്ഞത്. ഞാൻ ആളുടെ പേര് പറഞ്ഞതിൽ എനിക്ക് ഖേദമുണ്ടെങ്കിൽ പോലും ഒരു കാര്യം സൂചിപ്പിക്കാനാകും. ഈരാറ്റുപേട്ട തെക്കേക്കരയിൽ നിന്നും, ഈരാറ്റുപേട്ട 3 കരയാണ്, തെക്കേക്കര, വടക്കേക്കര, കിഴക്കേക്കര. ഈരാറ്റുപേട്ട തെക്കേക്കരയിൽ നിന്നും 2 വ്യക്തികളാണ് നഗരോത്സവവുമായി ബന്ധപ്പെട്ട് സംഭാവന നൽകുന്നത്. ഒന്ന് ശ്രീ കല്ലാർ നാസറും ഒന്ന് പുള്ളോലിൽ അസംബിൾ ഹാജിയാരും. വടക്കേക്കരയിൽ നിന്ന് 2 പേരാണ് നഗരോത്സവവുമായി ബന്ധപ്പെട്ട് സംഭാവന നൽകുന്നത്. ഒന്ന് നമ്മുടെ സൂര്യ തിയേറ്റർ വക്കച്ചനും, രണ്ടാമത് അന്തി വിലയെന്ന് പറയുന്ന അബ്ദുൽ ലത്തീഫും. ഞാനിത് പറയാൻ കാരണം, വ്യാപകമായി പണപ്പിരിവ് നടത്തിയെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുടെ പത്രപ്രവർത്തകന്മാരുണ്ട്. ഈരാറ്റുപേട്ടയിൽ വ്യാപക പണപ്പിരിവ് നടന്നാൽ സ്വാഭാവികമായിട്ടും ഈരാറ്റ് 2 പ്രമുഖ കരകളിൽ 4 പേരെ മാത്രം നഗരസഭ ആശ്രയിക്കുമോ എന്ന് പ്രിയപ്പെട്ട STP CPS പ്രവർത്തകന്മാർ ചിന്തിക്കണം. പിന്നീട് പണം ലഭിച്ചത് നമ്മുടെ ടൗൺ നടക്കൽ മേഖലയിൽ നിന്നാണ്. അവരുടെ പേര് ഇവരെല്ലാം നഗരസഭയിൽ അത്യാവശ്യം വായിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എറണാകുളത്ത് നിന്ന് വലിയ പണപ്പിരിവ് നടത്തിയെന്നാണ്. എറണാകുളത്ത് നിന്ന് 2 സുഹൃത്തുക്കൾ, അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, 5,000 രൂപ വീതവും എറണാകുളത്ത് താമസിക്കുന്ന ഈരാറ്റുപേട്ടക്കാരനായ കഴിഞ്ഞ 2 നഗരോത്സവത്തിലും നഗരോത്സവത്തെ സ്പോൺസർ ചെയ്ത ഡോക്ടർ MA മുഹമ്മദ് MGHSന് വേണ്ടി 1 ലക്ഷം രൂപയും തന്നിട്ടുണ്ട് സ്പോൺസറിംഗ് ആയിട്ട്. ഇതാണ് എറണാകുളവുമായി ബന്ധപ്പെട്ടുള്ള പിരിവ്. പിന്നെ ഞങ്ങൾ ഈരാറ്റുപേട്ട വ്യാപാരി വ്യവസായികളെ കണ്ട് ഒരു ദിവസം 3 സമ്മാനം വെച്ച് 10 ദിവസം 30 സമ്മാനം സ്പോൺസർ ചെയ്യിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ സമ്മാനമായ 2 ഫ്രിഡ്ജ്, അവസാനത്തെ 2 ദിവസം 6 കച്ചവടക്കാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിന് 1,51,000 രൂപയുടെ പണം വരികയും 82,000 രൂപ സമ്മാനം മാത്രം വിതരണം ചെയ്തു. കാരണം സമ്മാനം പറഞ്ഞ പ്രകാരം എടുക്കാൻ ആളില്ലായിരുന്നതുകൊണ്ട് 69,000 രൂപയുടെ ബാലൻസ് നഗരോത്സവവുമായി ബന്ധപ്പെട്ട കണക്കിലല്ല, സമ്മാനമായ കണക്കിൽ ബാക്കി വന്നിട്ടുണ്ട്. 69,000 രൂപ നഗരസഭാ കൗൺസിലിൻ്റെ ഐക്യകണ്ഠ തീരുമാനമനുസരിച്ച് ഈരാറ്റുപേട്ട നഗരസഭയിൽ വഞ്ചാങ്കൽ താമസിക്കുന്ന സിയാന റഹീമിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് 69,000 രൂപ കൊടുക്കുവാൻ നഗരസഭ, സമ്മാനമായി ബന്ധപ്പെട്ട വ്യാപാരികളിൽ നിന്ന് ബാക്കി വന്ന 69,000 രൂപ സിയാനയ്ക്ക് ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ നഗരസഭ ഐക്യകണ്ഠ തീരുമാനമെടുത്തിട്ടുണ്ട്. ബാക്കി കണക്കുകൾ വരുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കുകയും നഗരസഭാ കൗൺസിൽ വയ്ക്കുകയും ചെയ്യും. 26 ലക്ഷം രൂപ കണക്ക് വെച്ചു. ഇനി 5 ലക്ഷം രൂപയുടെ കണക്കുണ്ട്. അത് വന്നും പോയും വരവ് ഇരിക്കുന്നതുകൊണ്ടാണ് ഫൈനൽ പറയാത്തത്. നഗരോത്സവവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ചാനൽ ഉടമ, ഈ ന്യൂസിൻ്റെ ചാനൽ മുതലാളിപ്പെട്ട ഒരാൾ, അദ്ദേഹമായിരുന്നു 1ാമത്തെ നഗരോത്സവം നടത്തിയത്. അതിൻ്റെ കണക്കിലൊന്നും ഞാൻ പോകുന്ന വ്യക്തിപരം ആരും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2ാമത്തെ നഗരോത്സവം വന്നപ്പോൾ ഈരാറ്റുപേട്ട നഗരസഭയിലെ കൗൺസിലർമാർ ഐക്യകണ്ഠ ഒരു തീരുമാനമെടുത്തു. 1ാമത്തെ നഗരോത്സവത്തിൽ മുസ്ലിം ലീഗിനെയോ കോൺഗ്രസിനെയോ വെൽഫെയർ പാർട്ടിയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടുത്താതെ, പ്രത്യേകിച്ച് നമ്മുടെ റാസി തെരീവല്ല ഇപ്പോഴത്തെ മുസ്ലിം നിയമന പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഇല്ലിയാസ് സാറേ, 1ാമത്തെ നഗരോത്സവത്തിൽ ഞാൻ വടക്കേക്കര വന്നു കഴിഞ്ഞാൽ നേരെ തെക്കേക്കര അരുവിത്തറ പാലം വടക്കേക്കര പാലം കയറി നേരെ ടൗണിലൂടെ വന്നാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ പാർട്ടി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി നടത്തുന്ന നഗരോത്സവത്തിൽ എനിക്ക് പങ്കെടുക്കാനാകുന്ന വിധം ഒരു പാസ് പോലും തന്നില്ല എന്ന് ശ്രീ റാസി തെരുവിൽ ആക്ഷേപം ഉന്നയിച്ച കാര്യം ഇപ്പോൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തോ ചില ആളുകൾ എന്തോ വലിയ ഗിമിക്സ് നടത്തി നഗരോത്സവം നടത്തിയെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ചില അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിംഗ് കണ്ടുപിടിച്ചതുപോലെ, നമ്മുടെ ഗഹാം ബെല്ല് ടെലിഫോൺ കണ്ടുപിടിച്ചതുപോലെ ഞാനാണ് ഈരാറ്റുപേട്ട നഗരോത്സവം കണ്ടുപിടിച്ചതെന്ന് ചില ആൾ അവകാശപ്പെടുന്നുണ്ട്. വ്യക്തമായി ഹാഷിൻ ലബ്ബ ജീവിച്ചിരിപ്പുണ്ട്. ഈരാറ്റുപേട്ടയിൽ ഫുഡ് ബുക്ക് എന്ന ഹോട്ടൽ നടത്തുന്ന സമയത്ത് ഞാനാണ് ഹാഷിൻ ലബ്ബയെ വിളിച്ചു വരുത്തി എൻ്റെ ഹോട്ടലിലേക്ക് വന്ന് ഹാഷിൻ ലബ്ബ, ഞാൻ വൈസ് ചെയർമാനാണ്, നമുക്ക് ഈരാറ്റുപേട്ട നല്ലൊരു ഫെസ്റ്റ് നടത്തണം, ആ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കണം, അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് ഹാഷിൻ ലബ്ബ വന്നു. ഞാൻ എൻ്റെ ഐഡിയ പറഞ്ഞു. ഒന്നല്ലെങ്കിൽ PTMS ഓഡിറ്റോറിയം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഏതാണ്ട് 50,000 സ്ക്വയർ ഫീറ്റ് അന്ന് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ പർവീൻ പർദ്ദക്കാരുടെ അഫ്സലിൻ്റെ ആ സ്റ്റേഡിയം കൂടി എടുക്കാമെന്ന് പറഞ്ഞാണ് ആദ്യത്തെ നഗരോത്സവത്തിന് തുടക്കം കുറിച്ചത്. 2ാമതാണ് ഹാഷിൻ ലബ്ബ പ്രിയപ്പെട്ട VM സിറാജിനെ വിളിച്ചുകൊണ്ട് എൻ്റെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത്. ആദ്യം ചർച്ച നടത്തിയത്, വളരെ ആത്മാഭിമാനപൂർവ്വം പറയുന്നു, ഈരാറ്റുപേട്ട നഗരോത്സവത്തിന് ആദ്യ ചർച്ച നടത്തിയത് ഞാനും ഹാഷിൻ ലബ്ബയും കൂടിയാണ്. അതിൻ്റെ ആദ്യത്തെ നഗരോത്സവത്തിൻ്റെ ഐഡിയ വരുന്നത് എന്നിൽ നിന്നാണ്. എനിക്കൊരു ക്രെഡിറ്റും വേണ്ട. പക്ഷേ ചില ആൾ ഈ ഉള്ളവൻ്റെ
നഗരോത്സവമായി ഇത് മാറുമ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അല്ല ഹാഷിം ലബിയോട് നിങ്ങൾ ചോദിക്കുക. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ കൂടി, അദ്ദേഹം നിഷേധിച്ചാൽ ഞാൻ പറഞ്ഞ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ്. രണ്ടാമത് ഈരാറ്റുപേട്ട നഗരോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട കാരണം കണക്ക് വന്നു കഴിഞ്ഞു. അതിൻ്റെ മുൻകാല പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. രണ്ടാമത് ഈരാറ്റുപേട്ടയുടെ വികസനവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഇന്നലെ ഈ ന്യൂസിൻ്റെ ഉടമ വീണ്ടും ഉന്നയിക്കുകയുണ്ടായി. നമുക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ നഗരസഭയോ ഭരണസമിതിയോ കുറ്റപ്പെടുത്തുന്നതല്ല, വളരെ ആത്മാർത്ഥമായി കണക്ക് വെച്ച് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം. 2020 ഡിസംബർ മാസം 27-ാം തീയതി ഞങ്ങൾ അധികാരമേൽക്കുമ്പോൾ ശ്രീ വി കെ കബീറിൻ്റെയും വി എസ് സിറാജിൻ്റെയും നിസാർ കുർബാനയുടെ നേതൃത്വത്തിൽ 2.5 വർഷക്കാലം UDF ഈരാറ്റുപേട്ട നഗരസഭ ഭരിച്ചിരുന്നു. ആ 2.5 വർഷക്കാലത്തെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈരാറ്റുപേട്ട ഗുണ ഹബ്ബ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ മാർക്കറ്റ് വന്നത്. അവരുടെ പ്രപ്പോസൽ ശരിയാണ്, അവരുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനും ചെയർപേഴ്സണും കൂടി ആ കളക്ടറേറ്റ് മീറ്റിംഗ് കൂടിയപ്പോൾ ഈരാറ്റുപേട്ട നഗരസഭയെ ന്യൂനപക്ഷ കമ്മീഷൻ്റെ മുന്നിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് വേണ്ടി 30 കോടി രൂപയും ഈരാറ്റുപേട്ട കുട്ടികളുടെ കളിക്കളത്തിന് വേണ്ടി 4.5 കോടി രൂപയും ഈരാറ്റുപേട്ടയിൽ ഒരു പാർക്ക് പണിയുന്നതിന് വേണ്ടി 4.5 കോടി നിർദ്ദേശം വെച്ചിട്ടുണ്ട്. 39 കോടി രൂപയുടെ നിർദ്ദേശമാണ് ന്യൂനപക്ഷ കമ്മീഷന് മുമ്പിൽ, ന്യൂനപക്ഷ കേന്ദ്ര മന്ത്രാലയത്തിന് മുമ്പിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സമയത്ത് പോയിട്ട് അടുത്ത നഗരസഭയുടെ കാലത്ത് പോലും നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആ നഗരസഭ ചെയർപേഴ്സൺ ഞാനും കൂടി ഒരു 4 വർഷങ്ങൾ പത്രസമ്മേളനം നടത്തി ഞാനാണ് ഇതെല്ലാം കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹിതന്മാരെ, ഈരാറ്റുപേട്ട നഗരസഭ നടത്തിയ ഗുണാഹബുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സ്ഥലം പേരിൽ കൂട്ടിയത് ഞങ്ങളുടെ സമയത്താണ്. നഗരസഭയുടെ പേരിലല്ലാത്ത ഒരു സ്ഥലത്തിന് ആരെങ്കിലും പണം അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അത് ചിരിക്കാൻ മാത്രം വക നൽകുന്നൊരു കാര്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ 3-4 വർഷമായി നിരന്തരമായ പരിശ്രമത്തിലൂടെ തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, എറണാകുളത്ത്, കേരള ഹൈക്കോടതിയിൽ കേസ് നടത്തി പ്രൊട്ടക്ഷൻ മേടിച്ചിട്ടാണ് ഗുണാഹബിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. CPMൻ്റെ നേതാവ് ഫൈസിയും CPI ശേഖരനും ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. CPM നേതാവ് ഫൈസി 10-25 ലക്ഷം രൂപ പിടുങ്ങാൻ വേണ്ടിയാണ് നഗരസഭ കടുവാമുഴിയിൽ ഗുണാഹബ് നിർമ്മിക്കുന്നു പറഞ്ഞപ്പോൾ അമ്മ മതിൽ ചാടിയാൽ മകൾ ഗോകുലൻ അല്പം കൂടി വലിയ നേതാവായ ശേഖർ ചേട്ടൻ പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നിങ്ങളുടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണിത്. നിങ്ങളുടെ ബഹുമാനപ്പെട്ട കേരള ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വളരെ ആത്മാഭിമാനത്തോടുകൂടി ഈരാറ്റുപേട്ട കടുവാമുടി സ്റ്റേജിൽ നിന്ന് പറഞ്ഞ കാര്യം വിസ്മയിച്ചു പോകരുത്. സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് 40 ലക്ഷം രൂപ മുടക്കി ഈരാറ്റുപേട്ട ഗുണാഹബ് കൊണ്ടുവന്നതെന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മന്ത്രി പറയുകയും നിങ്ങളുടെ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി കടുവാമുടി ഗുണാഹബ് പറയുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇളിപ്പിലാകുന്ന വിധം പത്രസമ്മേളനം നടത്തി നിങ്ങൾ പൊതുപ്രവർത്തകരുടെ മോശക്കാർ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ബഹിഷ്കരിച്ചല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ MLA ബഹിഷ്കരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മന്ത്രി, ഇടതുപക്ഷ മന്ത്രി ബഹിഷ്കരിക്കാതിരുന്നത്? അവരൊക്കെ നാടിൻ്റെ വികസനത്തിൽ നഗരസഭയോടെ നിൽക്കണം നിർബന്ധപൂർവ്വമുള്ള ചിന്താഗതി കൊണ്ടാണ് അവർ ആ പരിപാടി ബഹിഷ്കരിക്കാതിരുന്നും. വളരെ സന്തോഷപൂർവ്വം കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ആലപ്പുഴയിൽ നടന്ന ശിലാസ്ഥാപന പരിപാടിയേക്കാൾ വിജയകരമായിട്ടാണ് ഞങ്ങളുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പോലും ഞങ്ങളോട് സൂചിപ്പിച്ചത്. അപ്പോൾ ഈരാറ്റുപേട്ട ഒരു കേന്ദ്രമന്ത്രിയും ഒരു സംസ്ഥാന മന്ത്രിയും കടന്നു വരുമ്പോൾ, ഈരാറ്റുപേട്ടയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ ഇടതുപക്ഷം മുഖം തിരിഞ്ഞു നിന്നാൽ ജനങ്ങൾ നാളെ നിങ്ങളുടെ കണക്ക് പറയുമെന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അഴിമതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. കളക്ടർ അഴിമതി നടത്തിയെങ്കിൽ, അബ്ദുറഹ്മാൻ മന്ത്രി അഴിമതി നടത്തിയെങ്കിൽ, ബഹുമാനപ്പെട്ട MLA അഴിമതി നടത്തിയെങ്കിൽ, MP അഴിമതി നടത്തിയെങ്കിൽ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കേന്ദ്രമന്ത്രി അഴിമതി നടത്തിയെങ്കിൽ ഞങ്ങൾ അഴിമതി നടത്തിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പൈസ ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് ഡയറക്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല. കളക്ടറാണ് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ. ഇതിൻ്റെ 60% വിഹിതം കേന്ദ്ര വിഹിതവും 40% വിഹിതം സംസ്ഥാന വിഹിതവുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെൻട്രൽ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം നിർമ്മിതി കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര ഏജൻസി നടപ്പാക്കുന്ന ഈ വിഷയത്തിൽ 1 രൂപയെങ്കിലും കിട്ടിയാൽ സംസ്ഥാന ഏജൻസിയുടെ ഗുണഭോക്താക്കളായ അല്ലെങ്കിൽ അതിനെ നിർണയിച്ചിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനാണ്
ആ പണം കിട്ടിയിരിക്കുന്നത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഈരാറ്റുപേട്ട നഗരസഭാ സെക്രട്ടറി കൊണ്ട് ചെയ്യിച്ചതിനേക്കാൾ അല്പം കൂടിയ തുകയ്ക്കാണ് നിർമ്മിതി അത് പിടിച്ചിരിക്കുന്നത്. ഞാനും ചെയർപേഴ്സൺ കളക്ടറോട് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് വിട്ടു തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി തുക കുറച്ച് പണി ഈരാറ്റുപേട്ടയിലെ കോൺട്രാക്ടർമാരെ കൊണ്ടോ കേരളത്തിലെ കോൺട്രാക്ടർമാരെ കൊണ്ട് പണിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ കളക്ടറാണ് പറഞ്ഞത് നിർമ്മിതി കേന്ദ്ര എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അക്രഡിറ്റഡ് ഏജൻസിയാണ് ഈ പണി നടത്തുന്നത്. അതിനാരെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരും മന്ത്രിമാരുമാണ് എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ കടുവാമൂഴി ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം, 12 വർഷക്കാലമായി ഈരാറ്റുപേട്ട LDF അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടെങ്കിലും ആ ബസ് സ്റ്റാൻഡ് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഈരാറ്റുപേട്ടയിലോ കടുവാമൂഴിയിലോ ഈരാറ്റുപേട്ട നഗരസഭാ സെക്രട്ടറിയുടെ അടുത്തോ ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൻ്റെ അടുത്തോ പറഞ്ഞതായി ഒരു രേഖ ഹാജരാക്കുവാൻ LDF നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്. അതിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 12 വർഷക്കാലമായി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് ഈരാറ്റുപേട്ട സാമൂഹ്യ വിരുദ്ധർ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ 2 പ്രാവശ്യം കഞ്ചാവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം അവിടെ അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകൾ തീവെച്ച് വിട്ടിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ വരുന്ന നിരവധി ഇൻ്റർനാഷണൽ ലോറികളും മറ്റു ലോറികളും അവിടെ പാർക്ക് ചെയ്ത് ചില ആളുകൾ പണം കൈപ്പറ്റുന്നുണ്ട്. മാത്രമല്ല അവിടെ ഈരാറ്റുപേട്ടയിലെ ചില കോൺട്രാക്ടർമാർ കഴിഞ്ഞ 19 വർഷക്കാലമായി മണലും വെറ്റലും നിക്ഷേപിക്കുന്നുണ്ട് എന്നല്ലാതെ കടുവാമൂഴി ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ആധികാരികമായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈരാറ്റുപേട്ട LDFO കടുവാമൂഴി LDFO നടത്തിയ സമരത്തെക്കുറിച്ച് നിങ്ങൾ പറയണം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സമരം നടത്തി എപ്പോഴാണ് നിങ്ങൾക്കറിയുമോ? സമരം നടത്തിയിട്ടുണ്ട്. കുടിൽ കെട്ടി സമരം നടത്തി 6 മാസങ്ങൾക്ക് മുമ്പ്. ആ സമരം നടത്തി എന്താ? ഈരാറ്റുപേട്ടയിൽ ഗുണാർ ഹബ്ബ് എന്ന് പറയുന്ന അഗ്രികൾച്ചർ സ്പൈസ് മാർക്കറ്റ് വരുമെന്ന് ഉറപ്പായപ്പോൾ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ സമരം നടത്തിയത്. പക്ഷേ ഞങ്ങളൊരു കാര്യം ചെയ്തു. കടുവാമൂഴി ബസ് സ്റ്റാൻഡ് നിലനിർത്തുന്നതിന് വേണ്ടി 70 സെൻറ്റ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഈരാറ്റുപേട്ട നഗരസഭ 3-ാം മാസം 2022 3 വർഷങ്ങൾക്ക് തീരുമാനമെടുത്ത് ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ശേഖരൻ ചേട്ടനും ഫൈസിയൊക്കെയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. അവർക്ക് പാലാ താലൂക്ക് ഓഫീസിൽ നിന്നും കോട്ടയം കളക്ടറിൻ്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തി LDFിൻ്റെ മെമ്പറുള്ള സജീർ ഇസ്മായിലിൻ്റെ വാർഡിൽ ഒരു വികസനം കൊണ്ടുവരുന്നതിന് കഴിയില്ലെങ്കിൽ ഭരണമില്ലാത്ത മന്ത്രിമാരില്ലാത്ത പ്രതിപക്ഷ നേതാവ് മാത്രമുള്ള UDFന് അതെങ്ങനെ സാധിക്കുമെന്ന് LDF ജനങ്ങളോട് മറുപടി പറയണം. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, 12 വർഷക്കാലമായി ഒരു പോസ്റ്റർ പോലും ഒട്ടിച്ചത് മാത്രമല്ല, ഈരാറ്റുപേട്ട നഗരസഭയിൽ LDF 2.5 വർഷം ഭരിച്ചു. CPM ഭരിക്കുന്നത് 9 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവർക്ക് ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവിടെ ബസ് സ്റ്റാൻഡ് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു? അത് കൊണ്ടുവന്നില്ല. അപ്പോൾ അതാണ് സ്ഥിതി. അതുകൊണ്ട് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കടുവാമൂഴിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന LDFകാരാ, നിങ്ങൾ കാണിക്കുന്ന ഈ ഇപ്പോഴത്തെ കടുവാമൂഴിയുള്ള ആത്മാർത്ഥത നിങ്ങൾ ഒരു 6 മാസം മുമ്പ് കാണിച്ചിരുന്നെങ്കിൽ അവിടെ അതിമനോഹരമായ രീതിയിൽ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ശിലാസ്ഥാപനം കഴിഞ്ഞ ദിവസം നമുക്ക് നിർവഹിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് UDFിൻ്റെ ഭരണസമിതിയെ ഈ ഭരണസമിതിയെ കുറ്റപ്പെടുത്തി കടുവാമൂഴി ബസ് സ്റ്റാൻഡിനെ ഒഴിവാക്കാൻ പോകേണ്ട. നിങ്ങളുടെ ആളുകൾ തന്നെയാണ്, കടുവാമൂഴിയുള്ള ആളുകൾ തന്നെയാണ് ബലമായിട്ട് ചെയർപേഴ്സൺ സൂചിപ്പിച്ച പോലെ ബസ് കയറ്റിവിട്ടപ്പോൾ PC ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ ബസ് സ്റ്റാൻഡിനെ നശിപ്പിച്ചത്. അതിന് പേര് ചില ആളുകളൊക്കെ ഉണ്ട്, അവൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ വീണ്ടും നമ്മുടെ ചാനൽ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ചില ആളുകൾ അവർ കൊണ്ടുവന്ന ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കുന്നു. അവരുടെ കാലത്താണ് പ്രപ്പോസൽ വന്നത്. 2.5 വർഷം അവർ ഭരിച്ചു. ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ഈരാറ്റുപേട്ട കാരക്കാട് റോഡ്, ഈരാറ്റുപേട്ട ഹുദ മുണ്ടയ്ക്കപ്പുറം റോഡ്, ഈരാറ്റുപേട്ട എൻ്റെ വാർഡിൽ 26 ലക്ഷം രൂപ മുടക്കി പണി കഴിപ്പിച്ച ഈലക്കം പമ്പൂസ് റോഡ്, ഇവിടെ SKയുടെ വാർഡിലേക്ക് റോഡിൻ്റെ പേര് SK മാതാക്കൽ റോഡ്, വട്ടക്കയം റോഡ്, പോലീസ് സ്റ്റേഷൻ റോഡ്, നമ്മുടെ കടുവാമൂഴി വാക്കാപ്പറമ്പ് റോഡ്, ജവാൻ റോഡ്, സഫ അറഫ റോഡ്, കൊട്ടുകാപ്പള്ളി റോഡ്, കുഴുവേലി റോഡ്, ഇത്രയും റോഡുകൾ കഴിഞ്ഞ UDFിൻ്റെ 2 വർഷക്കാല ഭരണകാലത്തും LDFിന് 2 വർഷം തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നുള്ള എല്ലാവർക്കും അറിയാം. ഇത് ഉദ്ധരിക്കുവാൻ ഇച്ഛാശക്തി ഞങ്ങളെ പഠിപ്പിച്ച ഒരു മുൻ ചെയർമാൻ പറഞ്ഞു, ഇച്ഛാശക്തിയുള്ള ഭരണകൂടമാണെങ്കിൽ ഇതൊക്കെ നടത്താമായിരുന്നു. 5 വർഷം ഞങ്ങൾ നശിപ്പിച്ചത് കളഞ്ഞത്. ഇച്ഛാശക്തിയുള്ള 2.5 വർഷത്തെ ഭരണകാലത്തിനിടയ്ക്ക് ഈരാറ്റുപേട്ട റോഡ് പോലും കോൺക്രീറ്റ് ചെയ്യാനായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. ഈരാറ്റുപേട്ട കാട്ടാമലയിൽ, കൊല്ലംപറമ്പിൽ, വഞ്ചാങ്കലിൽ, ശാസ്താംകുന്നിൽ
പുതുതായി കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് ആളുകൾ വളരെ കഷ്ടപ്പെട്ട് കഴിയുക 2020 വരെ കഷ്ടപ്പെട്ട് കഴിയുകയായിരുന്നു. ഇത് അബ്ദുൽ ഖാദർ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ വാർഡിൽ 20 വീട്ടുകാർക്ക് വെള്ളം കൊടുക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത സ്ഥാനത്ത് ഇന്ന് കാട്ടാമലയിൽ, കൊല്ലംപറമ്പിൽ, വഞ്ചാങ്കലിൽ, ശാസ്താംകോൽ വേണ്ട ഇരാറ്റുപേട്ട എല്ലാ കൊണ്ടൂർ ഉൾപ്പെടെ ഇരാറ്റ് എല്ലാ പ്രദേശങ്ങളിലും 3 കോടി രൂപ മുടക്കി ജലവിതരണ പദ്ധതി കൊണ്ടുവന്നവരാണ് ഞങ്ങൾ, മുല്ലുപ്പാറ ഉൾപ്പെടെ. അതും കഴിഞ്ഞില്ല, ഇരാറ്റുപേട്ടയിൽ 2 വെൽനസ് സെൻ്ററുകൾ കുഴുവേലി റോഡിലും നമ്മുടെ കടുവാമൂഴിയിലും ആരംഭിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് ഇവരുടെ സമയത്ത് നടന്നില്ല. പിന്നെ ചിലപ്പോൾ നാളെ പത്രസമ്മേളനത്തിൽ പറയും കോവിഡ് ആയിരുന്നുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്. ഒരു വർഷം പഴയ ഭരണസമിതിക്ക് കോവിഡ് ഉണ്ടായിരുന്നു, ഒരു വർഷം ഞങ്ങൾക്കും കോവിഡ് ഉണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞിട്ടും പിന്നെ സുമയ്യ ബീവി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും ശക്തിയായ സഖാവ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് 2.5 വർഷം നഷ്ടപ്പെടുത്തിയ ശേഷമാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇരാറ്റുപേട്ട ഒട്ടേറെ വിവാദങ്ങളുണ്ടായി സുമയ്യ ബീവിയുമായി ബന്ധപ്പെട്ട്. ഒരു പേപ്പർ ചലിപ്പിക്കാൻ ഞങ്ങൾക്ക് 2.5 വർഷം 3 വർഷം കാത്തിരിക്കേണ്ട വേദന ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഇത്രയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തുന്നത്. ഒരു സഖാവിനെ കൊണ്ടുവന്ന് വെച്ച് ഇരാറ്റുപേട്ട നഗരസഭയിലെ വികസനങ്ങളെ പരമാവധി മുരടിപ്പിച്ചുകൊണ്ടാണ് LDF ഇരാറ്റുപേട്ട നഗരസഭയോട് പ്രതികാരം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വളരെ സൗമ്യമായ രീതിയിൽ ചില ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്നു, നഗരസഭയെ ഒറ്റപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് UDFിൽപ്പെട്ട ആളുകൾ ഒറ്റപ്പെടുത്തുമ്പോൾ ആളുകൾ കുറച്ച് വിശ്വസിക്കും എന്ന ധാരണയാണെങ്കിൽ ഇനിയും ചില കാര്യങ്ങൾ പറയാനുള്ളത് വ്യക്തിപരമായി പോയാൽ അത് ജനാധിപത്യ മര്യാദ അല്ലാത്തതുകൊണ്ടും ഞങ്ങളുടെയൊക്കെ സംസ്കാരം ചേരാത്തതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇരാറ്റുപേട്ടയിൽ നടന്ന വികസനങ്ങളിൽ വളരെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു. 36 കോടി രൂപയുടെ വികസനം കഴിഞ്ഞ ജനുവരി വരെ നടത്തിയതായിട്ട് ഇരാറ്റുപേട്ടയിലെ സമീപ പ്രദേശം 25,000 വീടുകളിൽ നഗരോത്സവവുമായി ബന്ധപ്പെട്ട സപ്ലിമെൻറ്റിലൂടെ പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു SDPIക്കാരനോ ഒരു CPMകാരനോ അല്ലെങ്കിൽ സംശയമുള്ള ചാനലുകാരനോ ഇന്ന് വരെ ഇത് നടന്നില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇരാറ്റുപേട്ടയിൽ നഗരസഭയെ മാത്രമാണ് ചില ചാനലുകൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നഗരസഭയിൽ ഒരു ടിഷ്യൂ പേപ്പർ മേടിച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള ഓഫീസിന് ഓപ്പോസിറ്റുള്ള ലവ്ലി സാബുവിൻ്റെ ടിഷ്യൂ പേപ്പർ മേടിച്ചാൽ ചില ചാനലിൻ്റെ കഴുകൽ കണ്ണുകൾ അതിലേക്ക് കടന്നു വരും. എന്നാൽ CPM ഭരിക്കുന്ന ഇരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ 16 കോടി രൂപയുടെ അഴിമതി എന്ന് പറയുന്നില്ല, പാവപ്പെട്ട നിക്ഷേപകർ അവരുടെ പെൻഷൻ ഉൾപ്പെടെ നിക്ഷേപിച്ചിട്ട് കഴിഞ്ഞ 4 വർഷക്കാലമായി തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പത്രപ്രവർത്തകർ നിങ്ങൾ മനസ്സിലാക്കണം, രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടുത്തെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ ചില ചാനലുകൾ കാണത്തില്ല. ഇരാറ്റുപേട്ട നഗരസഭയിലെ ഒരു ഭാഗമായ KSRTC ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ 3 പ്രാവശ്യം അവിടുത്തെ കക്കൂസ് ടാങ്കി പൊട്ടി വളരെ മാരകമായ രീതിയിൽ ദുർഗന്ധം വന്നിട്ട് നമ്മുടെ ആ ചാനൽ കണ്ടില്ല. ഇരാറ്റുപേട്ട KSRTC ബസ് സ്റ്റോപ്പിൽ അല്ലെ ബസ് സ്റ്റാൻഡിൽ 50ഓളം ബസ്സുകൾ കുറഞ്ഞു പോയിട്ട് നഗരസഭയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന ആ ചാനൽ കണ്ടില്ല. ഈരാറ്റുപേട്ടയിൽ താലൂക്ക് ആശുപത്രിയും താലൂക്കും ഉണ്ടാകുവാൻ അതിശക്തമായ സമരം നടത്തിയ പൊതുപ്രവർത്തകരെ പോലും അംഗീകരിക്കാനോ അതുമായി ഒരു ചാനൽ ചർച്ച നടത്താൻ പോലും ചില ചാനലുകൾ തയ്യാറല്ല. അപ്പോൾ നഗരസഭയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുന്നവനെ കുതികാൽ വിട്ടാൽ എളുപ്പമുണ്ട്, സത്യമാണ്. കുറച്ചുകൂടി ആൾ വിശ്വസിക്കുക. ആ കലാപരമായ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഈരാറ്റുപേട്ട നഗരസഭയെ എതിർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഇത്ര ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഈ പത്രസമ്മേളനം നേരിടുന്നത് ഞങ്ങളുടെ കയ്യിൽ യാതൊരു കളങ്കവുമില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് വരെ ഒരു മനുഷ്യനും ഒരു കോൺട്രാക്ടറോ ഒരു ഈരാറ്റുപേട്ടക്കാരനോ ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ ഈ നഗരസഭയിലെ പ്രധാനപ്പെട്ട 3 കക്ഷി നേതാക്കന്മാരെയോ ചെയർപേഴ്സണെയോ കണ്ട് ഞങ്ങൾ ഇത്ര പണം കൊടുത്തെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പറഞ്ഞ LDFിനോട് വെല്ലുവിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. 26 ലക്ഷം രൂപയുടെ വരവ് ചെലവ് കണക്കാണ് ഞങ്ങൾ അവതരിപ്പിക്കും. മാക്സിമം 30 ലക്ഷം രൂപയ്ക്ക് തീരുന്ന അല്ലെങ്കിൽ തീരുമാന ഒരു നഗരോത്സവത്തിന് കോടിക്കണക്കിൻ്റെ അഴിമതി പറഞ്ഞ സഖാക്കന്മാരെ നിങ്ങൾക്ക് ഞാനൊക്കെ സൂചിപ്പിച്ചതാണ്. നിങ്ങളുടെ നവകേരള യാത്ര നടത്തി മുണ്ടക്കെ നടത്തിയിട്ട് പോലും ഈരാറ്റുപേട്ട 12.25 ലക്ഷം രൂപ പിരിച്ചല്ലേ നിങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. അതിൽ കൂടുതൽ പണം പിരിക്കാൻ ഈരാറ്റുപേട്ട കടഞ്ഞതിൻ്റെ ആത്മാഭിമാനവും അന്തസ്സും ഞങ്ങൾക്കുണ്ട്. കാരണം കഴിഞ്ഞ 40-45 വർഷക്കാലമായി ഈരാറ്റുപേട്ടയിൽ പൊതുജീവിതം നടത്തുന്ന ആളുകളുടെ നിലയിൽ ദൈവാനുഗ്രഹം കൊണ്ട്, പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കാർക്കും അങ്ങനെയുള്ള പണം ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യില്ല എന്ന് വലിയ വിശ്വാസം ഞങ്ങൾക്കും ഞങ്ങളുടെ പാർട്ടിക്കും
ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അഴിമതിയുടെ കാരണം പറഞ്ഞ് മുന്നോട്ട് പോകണ്ട. പിന്നെ ടൂർ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിച്ചേക്കാം. ടൂറ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അമ്മാവന് അടുപ്പിലുമാകാം, കൊച്ചുമക്കൾക്ക് പരിയത്തും പറ്റത്തില്ല. STPയുടെ സഹോദരന്മാർ വളരെ രസകരമായ STPയുടെ അൻസാരി പാവം ഇപ്പോൾ ജയിലിലാണ്. ഞങ്ങൾ നന്നായിട്ട് സഹകരിച്ച ആളാണ് അദ്ദേഹം. ഞങ്ങളുടെ മുട്ടത്തറയിലുള്ള STP മാലിന്യ നിർമ്മാർജ്ജനമായ കക്കൂസ് മാലിന്യ നിർമ്മാർജ്ജനം ഇവിടെ വലിയ പദ്ധതി നടക്കുന്നത് കാണാൻ വേണ്ടി മുട്ടത്തറയ്ക്ക് പോയിരുന്നു. മുട്ടത്തറയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ശംഖുമുഖത്തിനും പോയിരുന്നു. ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. പഠനയാത്രയുടെ ഭാഗമായിട്ട് മുട്ടത്തറ പരിപാടി കഴിഞ്ഞ് സുമയ സെക്രട്ടറി ഉൾപ്പെടെ ചിലപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അൻസാരി സഹിതം ശംഖുമുഖത്ത് പോയിരുന്നു. പ്രിയപ്പെട്ട STPക്കാരാ ശംഖുമുഖത്ത് പോയി മാലിന്യ നിർമ്മാർജ്ജനം കണ്ടുപിടിക്കേണ്ട കാര്യം അൻസാരിക്ക് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഞങ്ങളുടെ പഠനയാത്ര നടത്തിയത് ഞങ്ങൾ മലപ്പുറത്തേക്കാണ് പോയത്. നേരിട്ട് മലപ്പുറം പോയാൽ മതി, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ പോയത് പാലക്കാട് വഴിക്കാൻ മലപ്പുറം, അങ്ങനെ റൂട്ട് ആർക്കും അറിയത്തില്ല. ഞങ്ങൾ പാലക്കാട് പോയി STP 2 കൗൺസിലർമാരുൾപ്പെടെ പാട്ടുപാടി നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ആഹ്ലാദിച്ച് സന്തോഷിച്ച് മലമ്പുഴയുമായി ബന്ധപ്പെട്ട ഉദ്യാനത്തിൽ വളരെ ഭംഗിയായി ഒട്ടേറെ ഫോട്ടോകളൊക്കെ എടുത്ത് വളരെ ചിരിച്ചുല്ലസിച്ചാണ് STP ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കൗൺസിലർമാർ പാലക്കാട് കഴിഞ്ഞ് നമ്മുടെ മലപ്പുറത്തെ ഗസ്റ്റ് ഹൗസിലാണ് കിടന്നത്. ചെയർപേഴ്സൺ വരുന്ന മുജീബ് കാടേരിയുടെ ചെയർമാനായുള്ള മലപ്പുറത്തെ ഗസ്റ്റ് ഹൗസ് ശീതീകരിച്ച മുറിയിൽ. മനസ്സിലാക്കണം, പാലക്കാട് ടൂറിനും മലപ്പുറം പഠനയാത്രയ്ക്കും ഞങ്ങൾ താമസത്തിൻ്റെ ബില്ല് എഴുതിയിരുന്നില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ മുജീബ് കാടേരിയുടെ ചെയർമാനായുള്ള ഗസ്റ്റ് ഹൗസിൽ വളരെ അതിവിശാലമായ ശീതീകരിച്ച മുറിയിലാണ് STPയുടെ കൗൺസിലർമാർ കിടന്നുറങ്ങിയത്. വെളുപ്പിന് 2 മണി വരെ STP കൗൺസിലർമാർ ഉൾപ്പെടെ ഞാൻ ഉറങ്ങി. ചില വനിതാ അന്താക്ഷരി വരെ കളിച്ചിട്ട് കിടന്നുറങ്ങി. ഇത് പറയുന്നത് ലജ്ജയുണ്ട്. STPക്കാർ നിങ്ങൾ തരം താഴുണ്ട്, നിങ്ങൾ അതപ്പതിക്കരുത്. നിങ്ങൾ കൗൺസിലർമാരെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ ചെയ്തികൾ കൂടി നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങൾ ഒരു വനിതാ പ്രതിനിധി ഫോട്ടോ ഒന്നും പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഫോട്ടോ പുറത്തുവിട്ടല്ലോ. ഞങ്ങൾ ഈരാറ്റുപേട്ട നഗരസഭയിൽ ഒരു വനിതാ കൗൺസിലർ പാട്ട് പാടുന്നതും ഒരു വനിതാ കൗൺസിലർ ഉദ്യാനത്തിൽ ഉല്ലസിക്കുന്നതും ഒരു വനിതാ കൗൺസിലർ ടൂറിൽ പങ്കെടുക്കുന്ന ഒരു ഫോട്ടോയും ഞങ്ങൾ പുറത്തുവിടത്തില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സാക്ഷി വെച്ച് നാളെ STP നിഷേധിക്കട്ടെ. ഞങ്ങളുടെ മനസ്സാക്ഷി വെച്ച് അൻസാരിയും മറ്റ് ലേഡീസ് അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആളുകൾ പങ്കെടുത്ത 2-3 പഠനയാത്ര കഴിയുമ്പോൾ ആ പഠനയാത്രയ്ക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അമ്മാവനുള്ളപ്പോൾ അമ്മാവന് അടുപ്പിലാകാം. ഞങ്ങൾ പേരമക്കൾ വന്നപ്പോൾ ഞങ്ങൾക്ക് പരിയത്തുമാകാൻ കഴിയാത്ത അവസ്ഥ. STPക്കാരാ നിങ്ങൾ ഒരു കാരണവശാലും കൗൺസിലർമാരെ കൊണ്ട് ഇത്തരം വിടുപണി ചെയ്യിക്കരുത്. ഇത്തരം മോശമായി ഒരു നഗരസഭയുടെ ഒരു ചാനലിൽ കൂടി 1.5 ചാനലിൽ കൂടി 10,000 രൂപ ഫുഡ്, 2,000 രൂപ ചായ, 3,000 രൂപ സ്നാക്സ് എന്നൊക്കെ പറഞ്ഞ കണക്കുകൾ കേരളത്തിലെ ഒട്ടേറെ നഗരസഭയിലും പഞ്ചായത്തുകളിലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സഹിതം പോകുന്നതാണ്. ഞങ്ങൾ 12 പേരല്ല പോയത്, 14 പേരായിരുന്നു. ഡ്രൈവർ ഉണ്ടായിരുന്നു, സ്റ്റാഫ് കൗൺസിലർ അനസ് ഉണ്ടായിരുന്നു. 12 പേരുടെ കണക്കല്ല. ഞാൻ ഒരു കാര്യം, വയനാട് പോയപ്പോൾ സ്വാഭാവികം നിങ്ങളെല്ലാം വയനാട് പോയ ആളുകളാണ്. വയനാട് കൽപ്പറ്റയിൽ നിന്നും ഞങ്ങളൊരു 20 കിലോമീറ്റർ മാറിയാണ് താമസിച്ചത്. വയനാട് നിന്നും ഒരു ഡെസ്റ്റിനേഷൻ, അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോകണം, മിനിമം 50 കിലോമീറ്റർ വരും. ചൂരൽമല ഉൾപ്പെടെ ഞങ്ങൾ 2 ദിവസം വയനാട് ഉണ്ടായിരുന്നു. എല്ലാ ഭാഗങ്ങളും സന്ദർശിച്ച് കൽപ്പറ്റയിലെ STP, കേരളത്തിലെ ഏക STP നടപ്പാക്കിയ നഗരസഭ കൽപ്പറ്റയാണ്. കൽപ്പറ്റയിൽ ടൗണിൽ നിന്നും ഏതാണ്ട് 25 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ആ STPയുടെ സംസ്കരണ കേന്ദ്രം കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ പോയത് കറക്റ്റാണ്. ഞങ്ങൾക്ക് ഒരു നിഷേധിക്കാൻ താല്പര്യമില്ല. നഗരസഭ പഠനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്ന പോലെ ഞങ്ങളും പോയിട്ടുള്ളതാണ്. STP പങ്കെടുത്തിട്ടുണ്ട്. STP പങ്കെടുക്കാതെ വരുമ്പോൾ അതിന് നേരെ കൊഞ്ഞാനും കുത്തി ശരിയല്ല. രണ്ടാമത്തെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ STPക്കാരൻ പങ്കെടുത്ത കൗൺസിലിൽ അവരുടെ വാർഡിലേക്ക് 3 കാര്യങ്ങൾ ഉൾപ്പെടെ വന്നപ്പോൾ 21 അജണ്ട വെച്ചാണ് അടിയന്തര കൗൺസിൽ കൂടിയത്. 16 അടിയന്തര വിഷയമുള്ള അടിയന്തര കൗൺസിൽ കൂടിയപ്പോൾ വിയോജനക്കുറിവ് കൊടുക്കുക. എന്നിട്ടൊരു മെമ്പർ ഇങ്ങനെ പറയുന്നത് വെള്ളപ്പൊക്കം ഉള്ളപ്പോഴാണ് അടിയന്തര മീറ്റിംഗ് കൂടുക. പടച്ചവൻ കാക്കട്ടെ, ഇതിനകത്ത് വെള്ളപ്പൊക്കം വന്നിട്ട് അടിയന്തര മീറ്റിംഗ് കൂടാതെ പടച്ചവൻ കാക്കട്ടെ ഇത് മാത്രമാണ് സൂചിപ്പിക്കുക. വെള്ളപ്പൊക്കം മാത്രം വരുമ്പോഴല്ല അടിയന്തര അദ്ദേഹത്തിന് തെറ്റുവഴി തിരുത്താം. അദ്ദേഹം പങ്കെടുത്ത ഇതിനു മുമ്പുള്ള 4 അടിയന്തര യോഗം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഒന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. ഇപ്പോൾ തോന്നാൻ കാരണം തെരഞ്ഞെടുപ്പ് വർഷമാണ്. വാർഡ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് സാറന്മാർ വരച്ചു കൊടുത്ത കാച്ചിക്ക പരുവത്തിലുള്ള ഡീലിമിറ്റേഷൻ പ്ലാൻ നഗരസഭ അംഗീകരിക്കാത്തതുകൊണ്ടുള്ള വൈരാഗ്യവും വിരോധവും നിമിത്തമാണ് അന്നു മുതൽ ഈരാറ്റുപേട്ട നഗരസഭയ്ക്കെതിരായിട്ട് STP ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം യുഗോത്സാഹമായ ലജ്ജാകരമായ തരം താണ ഇത്തരം പത്രപ്രസ്താവനകളും
പത്രസമ്മേളനങ്ങളും STP അവസാനിപ്പിക്കണം. നഗരസഭയുമായി ബന്ധപ്പെട്ട കണക്കുകൾ പറഞ്ഞു. LDFന് സൂചിപ്പിക്കാനുള്ളത് ഉണാർ ഹബ്ബുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി 99% കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ആ സ്ഥലം ഏൽപ്പിച്ചു കൊടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ LDFൻ്റെ ഭാഗമായ നിർമ്മിതി കേന്ദ്രമാണ് അത് പണിയുന്നത്. അവരെ കൊണ്ട് പണിയോ പണിയിപ്പിക്കാതിരിക്കും നിങ്ങളുടെ കാര്യമാണ്. കേരള ഹൈക്കോടതി പ്രൊട്ടക്ഷൻ മേടിച്ചിട്ടുണ്ട്. കടുവാമൊഴിയിലെ കുറേ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വേദനയ്ക്ക് ഞങ്ങൾക്കറിയാം. അവരുടെ വേദനയ്ക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി MLAയുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒട്ടും താമസിക്കാതെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കണ്ട് 70 സെൻറ്റ് സ്ഥലം അടിയന്തരമായി കടുവാമൊഴി ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഉണാർ ഹബ്ബ് പണിയുന്ന സ്പൈസ് മാർക്കറ്റ് പണിയുന്ന കെട്ടിടത്തിന് പുറകിലായി എടുക്കാനുള്ള 2022 തീരുമാനവുമായി ബന്ധപ്പെട്ട് MPയെയും MLA സമീപിച്ചിട്ടുണ്ട്. CPM നേതാക്കളോടും ഞങ്ങൾ അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. CPI നേതാക്കൾ ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തരമായി സജീർ ഇസ്മായിൽ വെച്ച 2022 പ്രമേയം നഗരസഭ പാസ്സാക്കി എത്തേണ്ടത് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുവപ്പ് നാടിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ഫയല് റിലീസ് ചെയ്ത് കളക്ടറെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചാൽ, കമ്പൽസറി അക്വിസിഷൻ ആക്ട് പ്രകാരം തീരുമാനമെടുപ്പിച്ചാൽ ആ പ്രൈമറി തുക എത്രയാണെങ്കിലും 50 ലക്ഷമാണെങ്കിലും 60 ലക്ഷമാണെങ്കിലും കളക്ടർ പറയുന്ന തുക കടുവാമൊഴി ബസ് സ്റ്റാൻഡിനായി എടുക്കുന്ന ആ 70 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി മുടക്കാൻ, ഓൺ ഫണ്ടിൽ നിന്ന് മുടക്കാൻ നഗരസഭ പ്രതിജ്ഞാബദ്ധമായിരിക്കും. ഒരു കരയോടും ഒരു പ്രത്യേകതയും ഞങ്ങൾക്കില്ല. ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹാരിസ് ബീരാൻ്റെ ഫണ്ട് വന്നപ്പോൾ ആദ്യം വിനിയോഗിക്കാൻ ശ്രമിച്ചത് നമ്മുടെ കടുവാമൊഴി പള്ളിയോട് ചേർന്നുള്ള പുറമ്പോക്കിലായിരുന്നു. ആ പുറമ്പോക്ക് ഞങ്ങൾക്ക് അനുവാദം തന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യാൻ കഴിഞ്ഞില്ല. കിസ്കോയിൽ ബഹുമാനപ്പെട്ട ശ്രീ ആൻഡോ ആനയുടെ കിഡ്സ് പാർക്ക് നിർമ്മിക്കാൻ അനുവാദം ചോദിച്ച് 4 മാസം കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ അനുവാദം തരികയില്ല. ഈരാറ്റുപേട്ട നഗരസഭയ്ക്ക് സ്വന്തമായിട്ട് 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ പഴയ സ്ലോട്ടർ ഹൗസും 2 ഇപ്പോഴത്തെ കടുവാമൊഴി ബസ് സ്റ്റാൻഡും. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഒരു നേതാവ് ചാനലിൽ പറഞ്ഞ കൂട്ടത്തിൽ സ്ലോട്ടർ ഹൗസിൽ പണിയാനാണ് ആദ്യം തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഇത്രയും കളവ് പറയുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം. സ്ലോട്ടർ ഹൗസിൽ പണിയാൻ ഉദ്ദേശിച്ചിരുന്ന നിസാർ കുർബാനി തറക്കല്ലിട്ട അതിൻ്റെ നിസാർ കുർബാനി ഏതാണ്ട് 2020 പകുതിക്ക് തറക്കല്ലിട്ട സ്ഥലത്താണ് VS സിറാജ് പറയുന്നത് ഞങ്ങൾ ഉണാർ ഹബ്ബ് പണിയാൻ ആഗ്രഹിച്ചത് അവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല. അദ്ദേഹം മരിച്ചുപോയി. എന്തായാലും ഈരാറ്റുപേട്ട നഗരസഭയിലെ UDF കൗൺസിലർമാരും ഞങ്ങളെല്ലാം പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനം അവിടെ നടന്നതാണ്. സ്ലോട്ടർ ഹൗസിലാണ്. VS സിറാജ് പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ട നഗരസഭ ഒരിക്കൽ പോലും സ്ലോട്ടർ ഹൗസിൻ്റെ ഭാഗത്ത് ഉണാർ ഹബ്ബ് പണിയാൻ ആഗ്രഹിച്ചില്ല എന്ന കാര്യവും പ്രതിപക്ഷത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ശ്രീ VS സിറാജ് നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നഗരസഭയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് UDF നേതാക്കന്മാർ ആരെങ്കിലും അങ്ങനെ പോയാൽ കുറച്ചുകൂടി വിശ്വാസം കിട്ടുമെന്ന് കരുതിയാണ് ഈ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ചില ആളുകൾ അതിൽ നിന്ന് പിന്മാറണം. പത്രപ്രതിനിധികളെ, ഇന്നിവിടെ ഇത്തരമൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ട ആവശ്യകത ഇവിടെ കൃത്യമായി ചെയർപേഴ്സണും വൈസ് ചെയർമാനും പ്രതിപാദിച്ചു. ഇപ്പോൾ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ അടിയന്തര കൗൺസിൽ എന്ന് പറയുന്നത് ഒരു അജണ്ടയെ പാടുള്ളൂ എന്നാണ് ഇവിടെ STPയുടെ ഒരു കൗൺസിലർ പറഞ്ഞത്. നമുക്കറിയാം 6/10/2023 നമ്മളൊരു അടിയന്തര കൗൺസിൽ കൂടി 18 അജണ്ടകളാണ് അതിലുണ്ടായിരുന്നത്. കൃത്യമായിട്ട് ഇതുണ്ട്, കോപ്പിയുണ്ട്. 18 അജണ്ടയിൽ 13ാമത്തെ അജണ്ട നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 12ാം വാർഡിൽ കൗൺസിലറായ ശ്രീമതി നസീറ സുബൈർ അവിടെ വാർഡുമായി ബന്ധപ്പെട്ട ഒരു ഇടവഴിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അത് ഒന്ന് പാസ്സാക്കാൻ വേണ്ടി 13ാമത്തെ അജണ്ട നൽകിയിരുന്നു. അത് പാസ്സാക്കി. ഞാൻ പറഞ്ഞു വന്നത്, അവരോരോ വാർഡിൽ ഒരു വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ 18 or 20 അജണ്ട ആകാം. നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു അജണ്ടയെ പാടുള്ളൂ എന്നുള്ളതൊക്കെ വളരെ ബാലിഷമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൃത്യമായ എൻ്റെ കണക്കുകളും രേഖകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. നഗരോത്സവമായി ബന്ധപ്പെട്ട കാര്യവും ഉണാർ ഹബ്ബുമൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായി രേഖാമൂലം കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഈരാറ്റുപേട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നമുക്കറിയാം 1977 മഹാനായിരുന്ന അഡ്വക്കേറ്റ് VMA കരീം സാഹിബ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പകുതി ഭാഗവും ഈ ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡ് തുടങ്ങുന്നതിന് വേണ്ടി ചിലവഴിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒട്ടേറെ കേസുകൾ തരണം ചെയ്തുമാണ് അദ്ദേഹം ഇതിന് പെർമിറ്റ് ലഭിച്ച് ആ ബിൽഡിംഗ് അവിടെ പണി ആരംഭിച്ചത്. 1977 ആരംഭിച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഈരാറ്റുപേട്ട മുഖച്ഛായ മാറി എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. ഇപ്പം 40-48 വർഷം ആ ബിൽഡിംഗ് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ
സ്വാഭാവികമായിട്ടും കാലപ്പഴക്കമുണ്ടായി, അപകടാവസ്ഥയിലായി, അല്ലെങ്കിൽ ഒട്ടേറെ അസൗകര്യങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ അത് കൂട്ടായി എല്ലാ പാർട്ടിക്കാരുമായി ചേർന്നിരുന്നുകൊണ്ട് ബസ് സ്റ്റാൻഡ് പൊളിച്ച് മാറ്റി നമുക്ക് പുതിയ ഒരു 10-50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബിൽഡിംഗ് വേണം എന്നുള്ളൊരു ആവശ്യം എല്ലാവരും അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഭരണസമിതി കയറി അന്ന് മുതൽ അതിൻ്റെ പുതിയ പ്രൊജക്റ്റുമായി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയായിരുന്നു. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം നമ്മുടെ എസ്റ്റിമേറ്റ് 23 കോടി രൂപയാണ് അതിന് നമ്മൾ അതിനകത്ത് വകയിരുത്തിയിട്ടുള്ളത്. 23 കോടി രൂപ. 23 കോടി രൂപ പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ ടെൻഡർ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിശ്വസ്തത വരാനും കൃത്യമായി സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുന്നതിനും നമ്മൾ ഗവൺമെൻറ് അംഗീകൃത ഏജൻസിയായ നവാഡ് ഹഡ്കോ പോലുള്ള കമ്പനിയാണ് നമ്മൾ ആശ്രയിച്ചത്, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത്. നവാഡ് ഹഡ്കോ. അപ്പോൾ അതിൽ നെഗോഷിയേഷൻ നടത്തി ഏറ്റവും കുറഞ്ഞ രീതിയിൽ ആരാണ് ചെയ്യുന്നത് അവർക്ക് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ അത്തരം കമ്പനികൾ ഇവിടെ ഈ ബിൽഡിംഗ് ഏറ്റെടുത്ത് പണി പൂർത്തിയാക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ജനപ്രതിനിധികൾക്കൊന്നും അതിനകത്ത് ഒരു റോളുമില്ല. അത് കൃത്യമായി ഗവൺമെൻറ് അംഗീകൃത ഏജൻസിയാണ്. അതിനകത്ത് ആർക്കും ഒരു കമ്മീഷനോ ഒരു ലാഭമോ നവാഡിൽ നിന്ന് ലോൺ എടുത്ത് അത് ഞാൻ പറഞ്ഞത് നവാഡിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് ആണ് അതിന് ശതമാനമാണ് അതിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞ നവാഡ് എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിൽ ലോൺ എടുത്ത് നമ്മളത് സ്വകാര്യ കമ്പനി അല്ല ഏൽപ്പിക്കുന്നത്, ഗവൺമെൻറ് അപ്രൂവ്ഡ് ഏജൻസിയാണിത് പണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏൽപ്പിക്കുന്നതിൻ്റെ പണി. അപ്പോൾ അത് നമുക്കറിയാം. ഇപ്പോൾ 18 കടയാണ് കടമുറികളാണ് താഴെ ഉള്ളത്. അപ്പോൾ അത് രണ്ടാം നില പറഞ്ഞത് 36 പേര് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരാളെ പോലും ഇറക്കി വിടാതെ അവർക്ക് വേണമെങ്കിൽ ആ 18 പേരെയും അവിടെ നിലനിർത്തി 18 ഒരു നിലയിൽ രണ്ടാം നില 36 നിലനിർത്തിക്കൊണ്ട് പുതിയ ബിൽഡിങ്ങിനാണ് നമ്മളിവിടെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഒരു മുറി പോലും പുതുതായിട്ട് ഉണ്ടാക്കി ഞങ്ങൾക്കാർക്കും അതിനകത്ത് കച്ചവടം ചെയ്യാനും ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് കൊടുക്കാനല്ല, ആ ഇരിക്കുന്ന അത്രയും പേരെ അവിടെ നമ്മൾ പുനരധിവസിപ്പിക്കാനും അവർക്ക് കച്ചവടം ചെയ്യാനുള്ള അവകാശം കൊടുക്കാനുള്ള രീതിയിലുള്ള പ്ലാനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കൊരു 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് 3 ലിഫ്റ്റും 3 സ്റ്റെയർ കേസ് ഉൾപ്പെടെ ഏറെക്കുറെ ഒരു 33 ബാത്റൂം ഉൾപ്പെടെയാണ് അതിനകത്ത് പ്ലാനിങ്ങിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒന്നുകൂടി പറയാം, നമ്മുടെ അടിനില ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ട് ബസ്സിൻ്റെ മുകളിൽ ഒരാൾ കയറി നിന്നാൽ പോലും തല തട്ടാത്ത രീതിയിൽ ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ടാണ് ബസ് സ്റ്റാൻഡ് ആകം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ മാർക്കറ്റ് റോഡിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറ് കൃത്യമായി 10-30 കടമുറികൾ 33 കട ഇതിനകത്ത് പ്ലാനുണ്ട്. 33 കടമുറികൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ നമ്മുടെ മാർക്കറ്റ് റോഡിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ കടമുറികളും അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 35ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം കൊണ്ടാണ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായി നമ്മൾ ഇന്നതിൻ്റെ ആദ്യ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കാലപ്പഴക്കം ചെന്ന ബിൽഡിംഗ് പൊളിക്കുവാൻ വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് 2-2.5 വർഷം നമുക്കതിൻ്റെ അപ്രൂവലിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു. കഴിഞ്ഞ ആഴ്ച അത് ലഭിച്ചു. ഇന്ന് നമുക്ക് ലേലം ചെയ്തു 5.25 ലക്ഷം രൂപയ്ക്ക് 5,30,000 രൂപയ്ക്ക് അത് നമ്മൾ പൊളിച്ചു മാറ്റുന്ന ലേലം ചെയ്ത് ഈരാറ്റുപേട്ട സ്വദേശിയാണ് പിടിച്ചിരിക്കുന്നത്. അവർ കൃത്യമായി എഗ്രിമെൻറ്റ് വെച്ച് 1.5 മാസത്തിനുള്ളിൽ ബിൽഡിംഗ് മുഴുവൻ പൊളിച്ചു മാറ്റി പുതിയ പണികൾ ആരംഭിക്കും. നമുക്ക് 1 വർഷത്തിനുള്ളിൽ ഒരു നിലയെങ്കിലും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇപ്പം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് നമുക്കറിയാം ഒത്തിരി വിവാദങ്ങളുണ്ടായതാണ്. കാരണം ഞങ്ങൾക്ക് മുമ്പ് വന്ന ഭരണസമിതിയുടെ കാലത്ത് ഈ കെട്ടിടം പൊളിക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായി നമ്മുടെ പ്രിയപ്പെട്ട TM റഷീദ് ചെയർമാൻ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്ത് എൻ്റെ സഹോദരിയുടെ 2 മക്കൾക്ക് ഇവിടെ കടകളുണ്ട്. അപ്പോൾ അവരൊക്കെ കൃത്യമായി പറഞ്ഞു, ഇത്ര ലക്ഷം രൂപ ഞങ്ങൾ കെട്ടിടം പൊളിക്കാതിരിക്കാൻ വേണ്ടി ഭരണസമിതിയിൽ പലർക്കും കൊടുത്തു തന്നു. ഇത് ഞാൻ പറയുന്നതല്ല, കൃത്യമായി ഞാൻ തെളിവ് തരാം, പറയാൻ ആളുണ്ട്, കൊടുത്തവരുണ്ട്. അപ്പോൾ അതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, CPMകാരൊക്കെ അതിനകത്ത് കച്ചവടം ചെയ്യുന്ന അവരൊക്കെ കൂടി നല്ലൊരു ഫണ്ട് ഭരണസമിതി എല്ലാവരും അല്ല കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് ഈ 4-5 വർഷം അവർ അതിന് വെച്ച് നീട്ടിയതെന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച ഒരു 10 ദിവസം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട TM റഷീദ് മുൻ ചെയർമാൻ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാൻ റൂമിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യം. അപ്പോൾ അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അന്നൊക്കെ ഇത് അറിയുള്ള ആൾക്കാരാണ് ഇവിടുത്തെ വലിയ മിടുക്കന്മാരായ മുൻ ചെയർമാന്മാരും മുൻ കൗൺസിലർമാരും. അവരൊക്കെ ഒരു വിയോജനക്കുറിപ്പ് എന്തുകൊണ്ട് ഇത് പൊളിക്കുന്നില്ല, ഒരു കമ്മിറ്റിക്ക് ഒരു ഒരു ചോദ്യം പോലും ചോദിക്കാത്ത ആൾക്കാരിവിടെ ഉണ്ട്. നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും വ്യക്തിപരമായിട്ടൊന്നും ഞാൻ ആരെ ആക്ഷേപിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇതിൻ്റെ പുറകെ 4 വർഷമായിട്ട് പണിപ്പെട്ട് നടക്കുകയാണ്. ഞങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തു. അതിൻ്റെ കൃത്യമായ രേഖ ഇത് ആ പത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്.
ഈ ബിൽഡിംഗാണ് നമ്മൾ ഉടനെ തന്നെ ഇവിടെ പണിയാൻ ആരംഭിക്കുന്നത്. അതിൻ്റെ കോപ്പി എല്ലാവർക്കും തരാം. ഇത് 4 നില കെട്ടിടങ്ങളാണ്. ഇതിൻ്റെ കോപ്പി കൃത്യമായിട്ട് എലിവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് തരാം. അപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങൾ ഈ അഹോരാത്രം പണിപ്പെടുമ്പോൾ ഞങ്ങളെയൊക്കെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 5 വർഷം ഭരിച്ച് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഞങ്ങൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അത് വ്യക്തിഹത്യയാകാം, അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിലുള്ള അഴിമതിയാകാം. ഇതിലൊക്കെ ഞങ്ങൾ വെല്ലുവിളിക്കുക. ഞങ്ങളൊക്കെ പൊതുരംഗത്ത് ഇപ്പോൾ ഞാനൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നയാളാണ്. ഞാനൊക്കെ ഇപ്പോൾ ഓപ്പണായിട്ട് പൊതുരംഗത്ത് വന്ന് ആദ്യമായിട്ട് മത്സരിക്കുന്നു. ഞാൻ 11 വോട്ടിന് ജയിച്ച വാർഡിൽ 312 വോട്ടിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ വിജയിച്ചു വന്നയാളാണ്. അപ്പോൾ എൻ്റെയൊക്കെ കൈകളിൽ കറ പുരണ്ടിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ്, എൻ്റെ വോട്ടർമാർക്കും വ്യക്തമാണ്. കാരണം ഞാനൊക്കെ ഇത്ര നാൾ കൊണ്ട് എൻ്റെയൊക്കെ 1 രൂപ പോലും അനധികൃതമായിട്ട് സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഞങ്ങളെയൊക്കെ ഇനി എന്തെല്ലാം ചെയ്ത് ആരൊക്കെ ഇപ്പം കോളേജിൽ പഠിക്കുമ്പോൾ ഒരു യൂണിയൻ മത്സരിക്കുന്നു, പൊതുരംഗത്ത് വരുമ്പോൾ വേറൊരു പ്രസ്ഥാനത്ത് വരും, അങ്ങനെയൊന്നുമല്ല. ഞാനൊക്കെ എനിക്കൊരു നിലപാടുണ്ട്. ഞാനൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആദർശം പിൻപറ്റി കൊണ്ട് തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു, പൊതുരംഗത്ത് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ ഒരിക്കലും രാഷ്ട്രീയം കണ്ടിട്ടുമില്ല. കാരണം എൻ്റെ വാർഡിൽ എനിക്കെതിരെ മത്സരിച്ച വ്യക്തിക്കാണെങ്കിൽ പോലും എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ഞാൻ സഹായം ചെയ്യുന്ന ഒരു വ്യക്തി. അത് എൻ്റെ വാർഡിലൊക്കെ അന്വേഷിച്ചാൽ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്ന കാര്യം. ബന്ധപ്പെട്ട് ചെയർപേഴ്സണും വൈസ് ചെയർമാൻ ഇല്യാസാക്കായും നാസറാക്കായും പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ടയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലും അതുപോലെ തന്നെ എൻ്റെ വാർഡിലും ഏറ്റവും കൂടുതൽ വാർഡിലേക്ക് തന്ന ഭരണസമിതിയാണ് ഈരാറ്റുപേട്ടയിലെ ഇപ്പോഴുള്ള ഭരണസമിതി. കാരണം വെച്ചാൽ ആദ്യം നടന്ന ഈരാറ്റുപേട്ടയിലെ റോഡുകൾക്ക് 19 ലക്ഷം രൂപ മാതാക്കൾ റോഡിന് തരികയും അതേപോലെ തന്നെ മുൻ MLAയുടെ 50 ലക്ഷം രൂപയുടെ ഫണ്ടും 1 കോടി രൂപയോളം വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയും ഈരാറ്റുപേട്ട നഗരസഭയിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും വെൽഫെയർ പാർട്ടിയുടെയും UDFൻ്റെയും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലെ മറുപടികളൊക്കെ ചെയർപേഴ്സണും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിനും അതിൻ്റെതായ കാര്യവും കണക്കും, ഏത് കാര്യം പറയുമ്പോഴും അതിൻ്റെ കണക്കും കാര്യങ്ങളും തെളിവ് സഹിതം ഉന്നയിക്കാൻ തയ്യാറാണെന്നാണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ടൂറ് പോയ വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവിധ കാര്യങ്ങൾക്കും എല്ലാത്തിനും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ തെളിവ് സഹിതം അവർ മുൻപിൽ കാണിക്കേണ്ടതാണ്. പിന്നെ വരുന്ന 1 വർഷം കൂടെ കൊണ്ട് ഈരാറ്റുപേട്ട വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹായവും UDFൻ്റെയും മുഴുവൻ പിന്തുണയും എല്ലാവരും ഉണ്ടെങ്കിൽ ഈ നാടിന് ഒരുപാട് വികസന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആലപ്പാട് ഗോൾഡ് നിയർ റിലയൻസ് ട്രെൻഡ്സ് KK റോഡ് മുണ്ടക്കയം. ഇനി ശുചിത്വത്തിൻ തിളക്കം ഡിഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡിഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. IT Future MKK Tower near KSRTC bus stand ഈരാറ്റുപേട്ട. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട.